ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി കാര്യങ്ങളൊക്കെ ശിവൻ നോക്കട്ടെ. അവനും ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? എന്റെ അച്ഛൻ പാരമ്പര്യമായിട്ട് ഈ അസുഖം തന്നതുപോലെ ഒരു നല്ല ബിസിനസ് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്റെ മരണം വരെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. എടുത്തുചാട്ടക്കാരനായ ശിവന്റെ കയ്യില് തൽക്കാലം അത് ഭദ്രമല്ല. ഇത് മറ്റെന്തോ ആണ്. ആശൻ എവിടെയോ ലോക്കായിരിക്കണം. അതാ ഫോൺ പോലും എടുക്കാത്തെ. മാഡം, മാഡം അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എന്നാ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. കമല, നീയും കൂടെ വാ. അല്ല, ഇതെങ്ങോട്ടാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ആശാൻ എവിടേക്കാ പോയെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. വാ. ഇപ്പൊ ബുദ്ധിമുട്ടുള്ളൂ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. പക്ഷേ ഇനി ഡോക്ടർ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ ചിലപ്പോ ബുദ്ധിമുട്ട് വന്നേക്കാം. എനിക്കല്ല, എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക്. കാരണം അതങ്ങനെയാണ് ഡോക്ടറെ. സൂര്യന്റെ എന്നേക്കുമായിട്ടുള്ള അസ്തമനം ആരും ആഗ്രഹിക്കില്ലല്ലോ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. പേടിക്കേണ്ടതായ കാര്യവുമില്ല. ഒരു ചെറിയ പ്രോബ്ലം, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മേജർ ആവും. സദാശിവൻ ഡോക്ടറെ, എന്റെ അച്ഛൻ എനിക്ക് പാരമ്പര്യമായിട്ട് തന്നത് സ്വത്ത് മാത്രമല്ല, ഈ അലമ്പ് രോഗവും കൂടിയാ. അച്ഛൻ മരിച്ചതും ഹാർട്ട് പ്രോബ്ലം കൊണ്ട് തന്നെ. എന്റെ വിസയും വരുന്നത് ഏതാണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കുമെന്നുള്ളത് എനിക്കറിയാം. ഡോക്ടർ അതൊക്കെ വിശദീകരിച്ച് എവരെയൊക്കെ ഇനിയും പേടിപ്പിക്കാതിരുന്നാ മതി. എന്തായാലും ഞാൻ കുറച്ച് മെഡിസിൻ എഴുതാം. പിന്നെ ഉത്തരവാദിത്വങ്ങളെല്ലാം കൂടി തലയിലേറ്റി ഒരുപാട് സ്ട്രെസ് എടുക്കണ്ട. ആവതില്ലാത്തത് കാലിനോ കൈക്കോ ആണെങ്കിൽ വേണമെങ്കിൽ സപ്പോർട്ടായിട്ട് മറ്റൊരു കൈയോ കാലോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യത്തിന് അങ്ങനൊരു സ്റ്റെപ്പിന് ദൈവം തന്നിട്ടില്ലല്ലോ. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഡോക്ടറെ. എന്തുകൊണ്ടാ ദൈവം മനുഷ്യർക്ക് രണ്ട് ഹൃദയം വയ്ക്കാത്തതെന്ന്. പിന്നീട് അതെനിക്ക് മനസ്സിലായി. ഹൃദയത്തിനുള്ളിൽ നമ്മൾ കുടിയിരുത്തുന്നത് നമ്മുടെ ജീവിത പങ്കാളിയല്ലേ. രണ്ട് ഹൃദയം വെച്ചാ ഇവൻ രണ്ടിലും ഓരോ പെണ്ണുങ്ങളെ കുടിയിരുത്തിയാലോ എന്ന് ദൈവത്തിന് തോന്നിക്കാണും. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയാതെ. ആവശ്യമില്ലാത്തോ? ഒരു നെഞ്ചുവേദന വന്നപ്പോ നീ എന്തിനാടി ഇങ്ങനെ ഒന്ന് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഇപ്പോഴൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ മക്കളുടെ രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ മക്കളെയും കണ്ടിട്ട് ഈ വില്ലന് ഞാൻ തോറ്റു കൊടുക്കൂ. അതുവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, റെസ്റ്റ് വേണമെന്ന്. ഇനി കാര്യങ്ങളൊക്കെ ശിവൻ നോക്കട്ടെ. അവനും ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? എന്റെ അച്ഛൻ പാരമ്പര്യമായിട്ട് ഈ അസുഖം തന്നതുപോലെ ഒരു നല്ല ബിസിനസ് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്റെ മരണം വരെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. എടുത്തുചാട്ടക്കാരനായ ശിവന്റെ കയ്യില് തൽക്കാലം അത് ഭദ്രമല്ല. സ്വാമി, ഡോക്ടറെ വിട്. ഇതാ, ഇന്ന് മുതൽ കഴിച്ചു തുടങ്ങട്ടെ. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ശരി ശരി ഡോക്ടർ വരൂ. അതെ,
ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്റെ നിർമ്മലെ, നീ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നാ മതി. ഹാർട്ട് പ്രോബ്ലം തന്നെയാ. മഹേന്ദ്ര സാറിന്റെ അച്ഛനും ഹാർട്ട് കംപ്ലൈന്റ് ആയിരുന്നല്ലോ. എല്ലാവരോടും തമാശ പറഞ്ഞുറങ്ങാൻ കിടന്നതല്ലേ, പിന്നെ എഴുന്നേറ്റില്ലല്ലോ. അതൊന്നും ഇവന് ഓർമ്മ കാണില്ല സ്വാമി. അന്നിവൻ കുഞ്ഞല്ലേ. ചന്ദ്രയ്ക്കന്ന് 1 വയസ്സോ 1.5 വയസ്സോ കാണും. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ടോക്കൺ നമ്പർ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്ന എന്നെ ആയിരിക്കില്ലേ? ആ, പാരമ്പര്യം എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ സൂക്ഷിക്കണം അല്ലേ ഡോക്ടറെ? അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. ജനിതഘടന ഒന്നായതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാ പിന്നെ വരട്ടെ. എടാ, ചെറുക്കന്റെ ഒരു നാവ്. അല്ലാതെ തന്നെ മനുഷ്യൻ ഇവിടെ തീ തിന്ന് നിക്ക. ഒരു കാര്യം ചെയ്യേ, അച്ഛനും മോനും കൂടെ എന്നെ അങ്ങ് കൊല്ല്. അങ്ങനെ അമ്മയെ നേരത്തെ കൊന്ന ഞാനും അച്ഛനും ചത്ത് മലച്ച് കിടക്കുമ്പോ നെഞ്ചു പൊട്ടുന്ന ഉച്ചത്തേക്ക് അറിയാൻ ആരാ പിന്നുള്ളത്? ആ, ചന്ദ്ര കരയില്ല. ആ, എനിക്കാണെങ്കിൽ പിന്നെ പെണ്ണും പെടക്കൂടിയൊന്നുമില്ല. അമ്മ തന്നെ കരയണം. അതിപ്പോ അച്ഛനായിരിക്കോ ഞാനായിരിക്കോ ആദ്യം പോകുന്നെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ആ, എനിക്കും എന്റെ നെഞ്ചിനകത്ത് ചിലപ്പോഴൊക്കെ പാരമ്പര്യസേറം മുഴങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. എടാ, നിന്നെ ഞാൻ ശരിയാക്കും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ? അവന്റെ ഒരു തമാശ. ആ, ദാ വരുന്നു. ഡാ, കുരുത്തക്കേടൊന്നും പറയരുത് കേട്ടോ. അച്ഛൻ മരിച്ചതും ഹാർട്ട് പ്രോബ്ലം കൊണ്ട് തന്നെ. എന്റെ വിസയും വരുന്നത് ഏതാണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. പേപ്പറിൽ എന്താടാ വാർത്തകളൊക്കെ? എല്ലാം പതിവ് വാർത്തകൾ തന്നെ. കൊള്ളയും കൊള്ളിവെപ്പും കൊലയും. ഓ, കലികാലം. അല്ലാതെ എന്ത് പറയാനാ? മാഡം, ഈ റോഡ് കയറി ചെല്ലുന്ന സ്ഥലത്ത് ആ വീട്. അങ്ങനെയാ നമ്മൾ വഴി ചോദിച്ച ആള് പറഞ്ഞത്.